വാർത്തകൾ തുടരുന്നു. പരിധി വിട്ട് മതനിന്ദ നടത്തി മുഖ്യമന്ത്രിയുടെ വകുപ്പിലെ മുസ്ലിം ഉദ്യോഗസ്ഥ. ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയാണ് സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് ഡയറക്ടറേറ്റിലെ ഷംജു ബി.കെ പരസ്യമായി അവഹേളിച്ചത്. കൃഷ്ണനെയും ക്രിസ്തുവിനെയും അധിക്ഷേപിച്ചത് വകുപ്പ് ഡയറക്ടറുടെ സാന്നിധ്യത്തിലാണ്. ഡയറക്ടറേറ്റിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ഓഫീസ് ഗ്രൂപ്പിൽ ഇതര മതാഘോഷങ്ങളിൽ ആശംസകളിടുന്നതിനും വിലക്ക്. വകുപ്പിലെ ഇടത് സംഘടനയുടെ മറവിൽ ജിഹാദി അജണ്ട നടപ്പിലാക്കുന്നുവെന്നാണ് ആരോപണം. ജനം ബിഗ് ബ്രേക്ക്. ജൂലൈ 4 സാമ്പത്തിക സ്ഥിതി വിവരണ കണക്ക് ഡയറക്ടറേറ്റിൽ നടന്ന വായന ദിന പരിപാടിയിലാണ് ഇസ്ലാമിക വർഗീയവാദിയായ ഷംജു ബി.കെ മതവിദ്വേഷ പ്രസംഗം നടത്തിയത്. കൃഷ്ണനെയും ക്രിസ്തുവിനെയും അധിക്ഷേപിക്കുന്നതാണ് പരാമർശങ്ങൾ, അതും വകുപ്പ് ഡയറക്ടറുടെ സാന്നിധ്യത്തിൽ. ഷംജു ബി.കെ തന്റെ പ്രസംഗത്തിൽ ഹിന്ദുക്കളുടെ ആരാധനാമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനെ അവഗണിച്ച് സംസാരിച്ചതിങ്ങനെ: അതായത്, പാളയം ജംഗ്ഷനിൽ പണ്ട് കൃഷ്ണനും യേശുക്രിസ്തുവും നബിയും ഗോലി കളിച്ചപ്പോൾ നബി ജയിച്ചെന്നും അതുകാരണം തോറ്റ കൃഷ്ണനോടും ക്രിസ്തുവിനോടും മുട്ടുവയ്ക്കാൻ ഗോലികളിയിൽ തോൽക്കുന്ന ആളിന്റെ കൈമുട്ടിൽ ജയിച്ച ആൾ ഗോലി കൊണ്ട് അടിക്കുന്ന ശിക്ഷാരീതി, ഇത് നബി ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണൻ മുണ്ടുപൊക്കി കാണിച്ചെന്നും കെട്ടിടത്തിന്റെ മുകളിൽ ഓടിക്കയറിയ യേശുക്രിസ്തു മുണ്ടുപൊക്കല്ലേ എന്ന് കൈരണ്ടും വിരിച്ച് ആവശ്യപ്പെട്ടു നിൽക്കുന്ന നിൽപ്പാണ് ഇപ്പോൾ പാളയം പള്ളിക്ക് മുകളിൽ കാണുന്ന ക്രിസ്തുരൂപമെന്നായിരുന്നു വിദ്വേഷ പരാമർശം. ഇതിൽ പലരും പരാതി നൽകിയിട്ടും ജിഹാദി നിയന്ത്രണത്തിലുള്ള വകുപ്പിലെ ഇടത് സംഘടന നടപടിയെടുക്കുന്നില്ലെന്നാണ് ജീവനക്കാരുടെ ആരോപണം. ഇടത് യൂണിയന്റെ മറവിൽ ജിഹാദി സംഘടനകളായ പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അജണ്ട നടപ്പിലാക്കുന്നതായും ജീവനക്കാർ പറയുന്നു. മുസ്ലിം നാമധാരികൾക്ക് പ്രത്യേക സഹായങ്ങൾ. റംസാനും നബിദിനത്തിനും ആശംസകൾ നേരുന്നവർ വകുപ്പിലെ ഓഫീസ് ഗ്രൂപ്പിൽ വിനായക ചതുർത്ഥി ആശംസകൾ വിലക്കിയെന്നും ഹിന്ദു ആഘോഷങ്ങൾക്ക് ഡ്രസ് കോഡ് പാലിക്കുന്നത് വിലക്കിയെന്നും ജീവനക്കാരുടെ പരാതിയിലുണ്ട്. സാമ്പത്തിക സ്ഥിതി വിവരണ കണക്ക് ഡയറക്ടറേറ്റിലെ മുസ്ലിം ജീവനക്കാർക്ക് പ്രത്യേകമായ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നും ഓഫീസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഗ്രൂപ്പാണെന്നുമുള്ള ഗുരുതര ആരോപണവും ജീവനക്കാർ ഉയർത്തുന്നു. ജീവനക്കാർ നൽകിയ പരാതി NGO സംഘ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയതോടെയാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പിലെ ജിഹാദി പ്രവർത്തനങ്ങൾ പുറത്തായത്. വി വിനീഷ്, ജനം, തിരുവനന്തപുരം.